നമസ്കാരം. ബിഗ് ബോസ് താരവും സംവിധായകനുമായ അഖിൽ മാരാറിനെ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. ഒരു താത്വിക അവലോകനം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് നവാഗത സംവിധായകനായി എത്തിയ ആളാണ് അഖിൽ മാരാർ. പിന്നീട് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ വിന്നറായതോടെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു. ഇന്ന് പൊതുവിഷയങ്ങളിൽ തന്റേതായ നിലപാടുകൾ വ്യക്തമായി അറിയിക്കാറുമുണ്ട് അഖിൽ. ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ താരമാണ് അഖിൽ മാരാർ. സംവിധായകൻ എന്ന മേൽവിലാസത്തിലാണ് അഖിൽ ഷോയിലേക്ക് കയറി വന്നതെങ്കിലും പരാജയപ്പെട്ട ആ സിനിമയെക്കാളും ശ്രദ്ധ അതിനകം തന്നെ അഖിൽ മാരാർ എന്ന വ്യക്തിക്ക് ലഭിച്ചിരുന്നു. ബിഗ് ബോസ് വീട്ടിലെത്തും മുൻപ് തന്നെ വാർത്തകളിലും വിവാദങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്നു അഖിൽ. വിവാദ പ്രസ്താവനകളാൽ വലിയ ഹേറ്റേഴ്സ് ഉള്ളപ്പോഴാണ് അഖിൽ മാരാർ ബിഗ് ബോസ് ഷോയിലേക്ക് എത്തുന്നത്. എന്നാൽ പിന്നീട് ഹേറ്റേഴ്സിനെ പോലും ആരാധകരാക്കി മാറ്റാൻ അഖിൽ മാരാർക്ക് കഴിഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ ദിലീപിനെ പിന്തുണച്ച വ്യക്തിയാണ് ബിഗ് ബോസ് താരമായ അഖിൽ മാരാർ. വിധി വന്നതിന് തൊട്ടു പിന്നാലെ ദിലീപിനെ വാരിപ്പുണർന്ന് സ്നേഹം പങ്കിടുന്ന അഖിലിന്റെ ചിത്രങ്ങളെല്ലാം ആ സമയത്ത് വൈറലായിരുന്നു. പിന്നാലെ അഖിലിന് ദിലീപ് പണം നൽകിയെന്ന ആരോപണങ്ങൾ ഉയർന്നു. കഴിഞ്ഞ ദിവസവും സമാന ആരോപണം ഒരാൾ ഉയർത്തി. ഇപ്പോഴത്തെ അയാൾക്ക് മറുപടി നൽകുകയാണ് അഖിൽ. തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന താൻ ജയിക്കില്ലെന്ന് പരിഹസിച്ച ആൾ ആണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ ആരോപണം ഉയർത്തിയതെന്ന് അഖിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരുത്തൻ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ജട്ടിയും പ്രായും ഇട്ട് കോഴിക്കോട് ഓടും എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടു. ഇന്നലെ വേറൊരു പോസ്റ്റ് ഇട്ടു, എനിക്ക് നടൻ ദിലീപ് 7 കോടി രൂപ തന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 100 രൂപ തന്നിട്ടുണ്ടെന്ന് നീ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി ഇനിയുള്ള കാലം ഞാൻ എടുത്തോളാം എന്ന്. പോസ്റ്റ് നീ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും മാന്യനാണ്, അത് ഡിലീറ്റ് ആക്കി, അഖിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അഖിൽ പ്രതികരിച്ചു. രാജ്യത്ത് BJPക്കെതിരെ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു അകൽച്ചയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ആകെയുള്ള നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തെ ഒപ്പം കൂടെ നിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ്. കാര്യം ഹിന്ദുക്കളിൽ പല ആൾക്കാരും മാറിപ്പോയി. ഗോവ ക്രിസ്ത്യൻ സമുദായം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. മേഘാലയ, മണിപ്പൂർ ഇങ്ങനെയുള്ള വടക്കു കിടക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇന്ന് BJPയാണ് ഭരിക്കുന്നത്. അപ്പോൾ ബാക്കി വരുന്ന ഒരു വിഭാഗത്തെ BJPയിൽ നിന്ന് അകറ്റി നിർത്തണമെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കണം. വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടാണ് ഇവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള വലിയൊരു വിഭാഗം മുസ്ലിം ജനതയ്ക്കും എന്തോ BJP ഞങ്ങളെ ഇല്ലാതാക്കാൻ നടക്കുന്ന ഒരു വിഭാഗമാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്റെ അറിവിൽ ഒരു മുസ്ലിമാന് പോലും ഈ രാജ്യത്ത് നിന്ന് മോദിയുടെ ഭരണം കാരണം ഓടിപ്പോകേണ്ട ഒരു സാഹചര്യം രാഷ്ട്രീയമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പ്രാദേശികമായിട്ട് ഒരു വ്യക്തികളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും. കേരളത്തിൽ യൂസഫ് അലി സാഹിബിന്റെ വീടോ അല്ലെങ്കിൽ എറണാകുളത്ത് ആസാദ് മൂപ്പന്റെ വീടോ കാണിച്ചിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല കേരളം. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീട്ടിൽ 10 പേർ 100 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു ഷെഡിലാണ്. അത് മാത്രം കാണിച്ചിട്ട് ഇതാണ് കേരളം എന്ന് ലോകത്തിന്റെ മുന്നിൽ കാണിച്ചാൽ കേരളം കാണാത്തവൻ വിചാരിക്കും കേരളത്തിലുള്ളവർ മൊത്തം ഇങ്ങനെയാണെന്ന്. മാധ്യമങ്ങൾ പറയുന്നത് വാർത്തയാണെന്നും ഇത് സത്യമല്ല എന്നും മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ല. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ എനിക്കെതിരായ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഈ റോഡിലുള്ള CITUവിന്റെ ലോക്ക് സെക്രട്ടറിമാരുടെ അടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ അടുത്തും പോയിട്ട് ചോദിക്കുകയാണ്, അഖിൽ മാരാർ ജയിക്കുമോ എന്ന്. അവർ ഞാൻ ജയിക്കുമെന്ന് പറയുമോ? അവർ എന്നെ ആക്ഷേപിക്കാനുള്ളത് പരമാവധി ആക്ഷേപിക്കും. ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2020 മുന്നണി NDAയാണ്. വ്യക്തിപരമായിട്ട് ഞാനും പറയുന്നത് ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കില്ല എന്ന് തന്നെയാണ്. 2020 ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. കിഴക്കമ്പലത്ത് ആയിക്കോട്ടെ, അവർ വികസനം ചെയ്തിട്ടുള്ള 4 പഞ്ചായത്തുകളിലായിക്കോട്ടെ, പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ച് അഴിമതിരഹിതമായ ജനക്ഷേമപരമായ പദ്ധതികൾ ജനങ്ങൾക്ക് നൽകി കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണെന്നും അഖിൽ മാരാർ പറഞ്ഞു. അതേസമയം എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിരവധി താരങ്ങളാണ് നിൽക്കുന്നത്. പല താരങ്ങളും തമ്മിൽ പരസ്പരം തർക്കങ്ങളും ഇതിനിടെ ഉണ്ടായിട്ടുണ്ട്. അഖിൽ മാരാറും രമേശ് പിഷാരടിയും തമ്മിലുള്ള ചർച്ചകളെല്ലാം തന്നെ ഇതിനിടെ തന്നെ വലിയ രീതിയിൽ വിമർശനത്തിനും വിവാദങ്ങൾക്കും എല്ലാം വഴി തെളിയിച്ചിരുന്നു. ഈ മലയാള സിനിമയിൽ നിന്നും നിരവധി താരങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാർക്കെതിരെ ബിഗ് ബോസ് മത്സരാർത്ഥിയും മോഡലുമായ ഷിയാസ് കരീമും നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അഖിൽ മാരാർ കോടികൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് ഷിയാസ് കരീം ആരോപിക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളോടായിരുന്നു ഷിയാസ് കരീമിന്റെ പ്രതികരണം. തനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണിതെന്നും സത്യം കാലം തെളിയിക്കുമെന്നും ഷിയാസ് കരീം പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, പൈസ എന്തായാലും കിട്ടിയിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. 6 കോടി രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അത് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അത് കാലം തെളിയിക്കും, ഉറപ്പാണ്. എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാമത് എന്നാണ് ഷിയാസ് കരീം പറഞ്ഞത്. അതേസമയം പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയും നടനുമായ രമേശ് പിഷാരടിക്കെതിരായ അഖിൽ മാരാറിന്റെ പ്രതികരണത്തിലും നേരത്തെ ഷിയാസ് മറുപടിയുമായി എത്തിയിരുന്നു. പിഷാരടി പറഞ്ഞ കാര്യത്തോട് 100% താൻ യോജിക്കുന്നുണ്ടെന്നും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അഖിൽ മാരാരെ കുറിച്ച് താൻ ഒന്നും പറയേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പുള്ളിയെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല, മുൻപേ പറഞ്ഞ് മടുത്ത കാര്യമാണ്.
ഞാൻ പറയുമ്പോൾ പുള്ളിക്ക് വല്ലാതെ റീച്ച് കിട്ടും. അത് വേണ്ട, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥിയായിരുന്നു ഞാൻ. ആ സീസണിൽ അഖിൽമാരാർ ഉണ്ടായിരുന്നെങ്കിൽ ഓടും, കണ്ടം വഴി ഓടും എന്നായിരുന്നു ഷിയാസ് പറഞ്ഞത്. അതേസമയം അഖിൽമാരാരെ തൃക്കാക്കരയിലെ ഒരു മനുഷ്യനും അറിയില്ല എന്നും ബിഗ് ബോസ് ഈ ലോകത്തിലെ എല്ലാവരും കണ്ടുവെന്നുമാണ് പുള്ളിയുടെ വിചാരമെന്നും ഷിയാസ് പരിഹസിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അഖിൽമാരാർ 2020 ചേർന്നത്. നേരത്തെ കൊട്ടാരക്കരയിൽ കോൺഗ്രസ് അഖിലിനെ പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ സീറ്റില്ല എന്ന് ഉറപ്പായതിന് പിന്നാലെയാണ് അഖിൽമാരാർ 2020 ചേർന്നത്. പിന്നാലെ അഖിലിന്റെ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയായി 2020 പ്രഖ്യാപിച്ചു.